അൻവറോട് അൻവറേ അൻവറേ വിഷമിക്കാതെ അൻവറേ അൻവറേ കണ്ണ് തെറ്റിയാൽ നീ അവളുടെ മുറിയിലാണല്ലോടാ. ഞാനൊരു ഡൗട്ട് ചോദിക്കാനായിട്ട് കയറിയതാ. നിക്കാഹിന് പല ഡൗട്ടും കാണും. അതൊക്കെ നിക്കാഹ് കഴിഞ്ഞ് ക്ലിയർ ചെയ്താ മതി. അതാ നല്ലത്. ആ അൻവറേ, ഓ എന്തായാലും ആ കുറുപ്പിനും കൂട്ടർക്കും വാശി കാണും വഹിദയുടെ മോനെ തട്ടിക്കൊണ്ടു പോകാൻ. അതുകൊണ്ട് നിനക്ക് അവന് മേലൊരു ശ്രദ്ധ വേണം. ശരി പോ. അല്ല, ഞാനൊരു കാര്യം പറഞ്ഞാൽ ദേഷ്യപ്പെടരുത്. എനിക്ക് ദേഷ്യം വരുന്ന കാര്യം പറയാണ്ടിരുന്നാ മതി. അല്ല, വാഹിദയും കുട്ടിയെ നമുക്ക് തൽക്കാലം ബോംബെയിലേക്ക് മാറ്റിയാലോ? നല്ല ഐഡിയ അല്ലേ? ഇസ്മായിലേ, ഓ ടിക്കറ്റ് എടുക്കാം അല്ലേ? ഞാൻ നിന്നോടൊരു കാര്യം പറയാനിരിക്കുക. പറഞ്ഞോളൂ. നമുക്ക് ആ ബോംബെയിലെ ഫ്ലാറ്റ് അങ്ങ് വിറ്റാലോ? ഓ ഗോപി, ഇസ്മായിൽ എന്താ മറുപടി പറയാത്തെ? കേടുപിടിന്ന് വിറ്റാല് വിലയൊന്നും കിട്ടൂല സാഹിബേ. കുറച്ച് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇസ്മായില് മുംബൈക്ക് വെക്കോ. ഓ, വിറ്റിട്ട് ഇങ്ങോട്ട് വന്നാ മതി. മനസ്സിലായോ? എല്ലാം മനസ്സിലായി. ആ, അധിക കാലം ഇവിടെ ഉണ്ടാവില്ല എന്നും മനസ്സിലായി. ഇല്ലേ, മുംബൈയിലുള്ള ഫ്ലാറ്റ് വിൽക്കായിരുന്നില്ലേന്ന്? ഇല്ലാത്ത ഫ്ലാറ്റ് ഞാൻ എങ്ങനെ വിൽക്കാനാ? ആജിയാരെ പറ്റിച്ച് നാട്ടിൽ കുറെ സ്ഥലം മേടിച്ചിട്ടില്ലേ, അതങ്ങ് വിൽക്കുക, എന്നിട്ട് ഇത് സെറ്റിൽ ചെയ്യേ. അതിനാ പിശാചു മോരെ സമ്മതിക്കണ്ടേ? ഇന്റെ ബീവി. ഓ, പിന്നെ എന്ത് ഉദ്ദേശത്തിലായി തട്ടിപ്പ് കാണിച്ചത്? നിങ്ങളോട് ആരാ പറഞ്ഞ് ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ? 1-2 കൊല്ലം കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ആ കളവനങ്ങ് മയ്യത്തായന്. പിന്നെ എന്തോന്ന് ഫ്ലാറ്റ്? ഓ വരുന്നു, എന്റെ മയ്യത്തെടുക്കും. ഞാൻ ഓരോന്ന് ആലോചിച്ച് വെറുതെ അവിടെ നിന്ന് കുറെ നേരം ചിരിച്ച്. അതാ എന്താ, താൻ മുംബൈക്ക് പോകുന്നതിന് മുമ്പ് താൻ കൊണ്ടുവന്ന മുതലിനെ ഒഴിവാക്കിയേക്കണം. എന്തു മുതല്? ഡോക്ടർ ഷാജഹാൻ, അയാൾ ഇനിയുടെ ആവശ്യമില്ല. 8ന്റെ പണിയായത്. അല്ല, 8 മണിക്കൊരു വണ്ടിയുണ്ട്. കണക്ക് തീർത്ത് ബാക്കി കൊടുത്ത് ആ വണ്ടിക്ക് എന്നെ പറഞ്ഞു വിട്ടേക്കാം. കണക്ക് തീർക്ക് ബാക്കി മേടിച്ച് പറഞ്ഞു വിട്ടാ മതി. ഓർമ്മറ്റ, മനസ്സിലായോ? പണി കിട്ടി ഡോക്ടറെ, പണി കിട്ടി. ഡോക്ടറെ, നിങ്ങളുടെ വിസ തീർന്ന് എത്രയും പെട്ടെന്ന് ഡോക്ടറെ പിടിച്ച് പടിക്ക് പുറത്താക്കണം എന്നാണ് മേളിൽ നിന്നുള്ള ഉത്തരവ്. അതിന് ഞാനെന്ത് തെറ്റിയത്? വെറുതെ ഇരുന്ന് ശമ്പളം മേടിക്കാനത് സർക്കാർ ആശുപത്രി അല്ല. അപ്പൊ പോകേണ്ട വരും. പിന്നെ പോകേണ്ടി വരും. എടാ, ഇത് കേട്ടാ, പോവേണ്ടി വരുമെന്ന്. പോവേണ്ടി വന്ന പാരിതോഷികമായിട്ട് കനത്തോലം തടയോ? പിന്നെ കണക്ക് തീർത്ത് മുൻകൂർ പറ്റി തിരിച്ചു മേടിച്ചിട്ട് വിട്ടാൽ മതി എന്നാണ് മേളിൽ നിന്നുള്ള ഉത്തരവ്. അപ്പൊ പോവേണ്ടി വരില്ല. എന്തേ? തിരിച്ചു കൊടുക്കാനായിട്ട് എന്റെ ഇവിടുന്ന കാശ്. ആ, കാശ് ചോദിക്കാതിരിക്കാനൊരു വഴിയുണ്ട്. കടം ചോദിക്കുക. കിട്ടിയാ കിട്ടി. ഇനിയിപ്പോ കാശ് കിട്ടിയില്ലെങ്കിൽ തന്നെ കടം തന്ന കാശ് ചോദിക്കില്ല. അതിവൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. ഒരു 10 ലക്ഷം ചോദിക്കും, വാർക്ക തീരും. അല്ലോ, 10 ലക്ഷോ? കടം ചോദിക്കാന്നൊക്കെ പറഞ്ഞാലേ അതെന്റെ സ്റ്റാറ്റസിനെ ബാധിക്കും. എനിക്കും ഇല്ലടാ അന്തസ്സും അഭിമാനവും തറവാടിത്തും ഒക്കെ. സാറിന് ഈ പറഞ്ഞ 3 അതെനിക്കും തോന്നിയിട്ടുണ്ട്. അപ്പോ കടം ചോദിക്കല്ലേ? വെറുതെ ചോദിക്കു ഡോക്ടറെ. പിന്നെ കിട്ടിയാ ഞമ്മക്ക് കമ്മീഷൻ തന്നെ. കടം ചോദിക്കുമോ കമ്മീഷനാ? ഞാൻ കടം തിരിച്ചു കൊടുക്കുമ്പോ താൻ കമ്മീഷൻ തിരിച്ചു തരും? തിരിച്ചു കൊടുക്കണ ഒരു മുതല് ഞമ്മക്ക് കമ്മീഷൻ എന്നില്ലേ ഞമ്മള് പാരി വെക്കും. പടച്ചോനാണ് പാരി വെക്കും. തരാം. ഒരു ജലദോഷപ്പനിക്ക് ഞമ്മടെ കയ്യിൽ 25,000 രൂപ എണ്ണി മേടിച്ച ആളാണിത്. ഡെങ്കിപ്പനി എന്നും പറഞ്ഞു. അതെപ്പോ ഞമ്മള് മറക്കൂല. ഞമ്മള് മയ്യത്തായാലും അത് മറക്കൂല. ഇസ്മായില് പോരെ കത്തുമ്പോ ഞമ്മള് വാര വെട്ടും. അല്ല വെട്ടല്ലേ. ഒരു MBBS. കേട്ടോ കുഞ്ഞാലി, എനിക്ക് ആകെപ്പാടെ 2 പെമ്മക്കളാണുള്ളത്. തനിക്കറിയാവല്ലോ. പിന്നെ ഞാനായിട്ടുണ്ടാക്കിയ സ്വത്തുവകകൾ 2ആയിട്ട് പങ്കുവെച്ചാൽ തന്നെയും വാഹിദാടെ ഓരി മാത്രം ഏതാണ്ട് 10-25 കോടിക്ക് മുകളിൽ വരും. 25 കോടിയാ? കൂടാതെ കുടുംബ സ്വത്ത് വേറെയും. വാഹിദക്കുണ്ടായ മാനക്കേടൊക്കെ ഈ സ്വത്തുവകകളിൽ മൂടിപ്പോയിക്കോളും. താൻ ആലോചനകൾ കൊണ്ടുപാടൂ. എത്ര ചീത്തപ്പേര് കേൾപ്പിച്ചാലും ഒരു കൊച്ചിന്റെ ഉമ്മച്ചി ആയാലും പറങ്കിയെടുത്ത കാസിംബയുടെ മോളല്ലേ? നല്ല ആസ്തിയുള്ള 100 ചെറുപ്പക്കാർ നമ്മുടെ തറവാടിനെ മുറ്റത്ത് ക്യൂ നിൽക്കും. ഞാൻ ക്യൂ നിൽക്കാം. ചെറുക്കൻ്റെ ആസ്തി പ്രശ്നമാക്കണ്ട. വിദ്യാഭ്യാസം, തറവാടിത്തം, പിന്നെ അന്തസ്സുള്ളൊരു ജോലി, അത് മതി.
അല്ല ഞാനല്ലേ ഉള്ളേ. കുഞ്ഞാലി ഓ ആ. ഇൻഷല്ലാ ഒരാഴ്ചക്കുള്ളിൽ ഒരു കീട്ടിലും പുതിയ ആപ്പിളായിട്ട് നമ്മളിവിടെ വരും. കാസിമായി നോക്കി നീ ഒന്നേ എന്താ അവിടെ? ഓ അതൊരു കല്യാണാലോചന. ആ, ഓ ആർക്കാ കല്യാണം? വാഹിദക്ക്. ഏ? ആ ഡോക്ടറിന്റെ ഭാര്യ വാഹിദക്ക് കല്യാണം ആലോചിക്കുന്നു. ദേ, ഒരു മാരി മറ്റടുത്ത പല്ല്. എന്നാ പിന്നെ നമ്മളങ്ങോട്ട് എന്നെ വിട്. നിനക്ക് സ്വഭാവം നിനക്ക് അറിഞ്ഞൂടാ. എന്താ അവിടെ? ഏ, ഹാ. ആ, അസ്സലാമു അലൈക്കും. വാലേക്കും സലാം. അല്ല ആരുടെയോ നിക്കാഹാണെന്ന് പറഞ്ഞു. നമ്മുടെ വാഹിദാടെ. അല്ല ഇത് നിങ്ങളുടെ കുടുംബകാരിയാണ്, ഞാൻ ഇടപെടുന്നത് ശരിയല്ല. എന്നാലും കഴിഞ്ഞ 7-8 വർഷമായിട്ട് കാത്തിരിക്കുന്ന ഷാഹിനിയുടെ അൻവറിന്റെ നിക്കാഹ് കഴിഞ്ഞിട്ട് പോരെ ഇത്? ഇൻഷാ അല്ലാ നല്ലൊരു ആലോചന ഒത്തുവന്ന് രണ്ടും കൂടെ ഒരുമിച്ച് നടത്താലോ. അല്ല നടത്തുന്നോണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാലും ഇത് കഴിഞ്ഞിട്ട് അത് നടത്തുന്നതല്ലേ എൻ്റെ ഒരു മര്യാദ. വാഹിദല്ലേ മൂത്തത്. ആദ്യം അവളുടെ നിക്കാഹ് നടക്കട്ടെ, അത് കഴിഞ്ഞു മതി അൻവറിന്റെ ഷാഹിനാടെ. മതി. മതി 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 അത് മതി. വാഹിദ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാലക്കും. 25 കോടിക്ക് മേളിൽ സ്വത്ത്. പക്ഷേ അവളൊന്നും പെറ്റല്ലടാ. ഫ്രഷ് ആയിരുന്നു സ്വപ്നം. എന്റെ ഡോക്ടറെ കുറിച്ച് നല്ലപോലെ അന്വേഷിച്ച ഈ തറവാട്ടിന്നല്ല ഈ സ്റ്റേറ്റിന്ന് പെണ്ണ് കിട്ടില്ല. ഇതിപ്പോ ഒന്ന് നടന്നു കിട്ടാൻ എന്ത് ചെയ്യണം? അവള് വളയോ? കെട്ടിയോൻ ചത്തിട്ട് കുറെ കാലായി എന്നല്ലേ പറഞ്ഞത്? ആ വളയും. ആണോ? വളയണല്ലോ. ആ പിന്നെ ഈ കെട്ട് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഉഷാറാക്കിക്കൊള്ളണം. വെറുതെ മറ്റുള്ളവർക്ക് പണി ഉണ്ടാക്കി ദിവസവും 100-150 പുഷപ്സ് എടുക്കണ എന്റെ വൈവാഹിക ജീവിതത്തെ കുറിച്ച് നീ സംശയിക്കണ്ട. എന്റെ കടം മസിൽ കണ്ടടാ, അത് കണ്ട? അവള് ഞെട്ടും. ഈ കാര്യത്തില് പിന്നെ നീ വേറെ കല്യാണം കഴിക്കാൻ പോവാണ്. നീ പോയാലേ ഞാൻ നമുക്ക് കൊച്ചിനെ എടുത്തോണ്ട് ഇവിടെ ജീവനം കൊണ്ടുപോകും. ഞാൻ അതിലേ വന്നു. അതെ നാളെ അതെ വാഹിദ, നാളെ ഞാൻ അവിടെ ഭക്ഷണം കഴിക്കാൻ വരുമ്പളേ പോലെ 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 ഡോക്ടർ എന്താ ഇവിടെ? അത് ശുദ്ധവായു അല്പം ശുദ്ധവായുവിന് വേണ്ടി ട്രൈ ആയിരുന്നു. ആ തെറ്റായോ? ശുദ്ധവായുവിന് വേണ്ടി ട്രൈ ചെയ്യുന്നത് നല്ലത് തന്നെ. പക്ഷെ അത് അന്ത്യശ്വാസത്തിന് വേണ്ടി ആകരുത്. എടാ ഒരു ഉഗ്രം പണി കിട്ടി. ഞാൻ കണ്ടു. നീ കണ്ട? അല്ലെങ്കിലും അങ്ങയുടെ മുമ്പിൽ ഒരു ഉടായ്പ കളി നടക്കില്ല. ആയ കാലത്തെ കിങ്. സാറിന് ഇവിടെ വേണ്ടത് ഒരു സ്ട്രോങ് റെക്കമെൻഡേഷനാ. ഇസ്മായിലേ 1 മിനിറ്റ്. ഇസ്മായിലേ നിനക്ക് കൊടുക്കത്ത കമ്മീഷൻ കിട്ടാൻ ഒരു കേസ് ഞാൻ തരട്ടെ. കമ്മീഷനാ? വാഹിദയുമായിട്ടുള്ള എന്റെ നിക്കാഹ് നീ നടത്തി തരണം. നീ ശക്തമായി റെക്കമെൻഡ് ചെയ്താൽ നടക്കും. നല്ല കമ്മീഷൻ ഞാൻ തരാം. ഈ കാര്യത്തിന് നമുക്ക് കമ്മീഷൻ വേണ്ട. വേണ്ടാന്ന്. പിന്നെ റെക്കമെൻഡേഷന്റെ കാര്യം, അതിന് പറ്റിയ ആള് ഡോക്ടർ മമ്മൂട്ടിയാണ്. മമ്മൂട്ടിയാ? ആ മമ്മൂട്ടിയെ കണ്ട് കാര്യം പറഞ്ഞ അയാള് സഹായിക്കും. ആണോ? 4, 15, 16, 17 വാവ്. അവിട്ടം ചതയം ഉത്രട്ടാതി. ഡോക്ടർ കലണ്ടർ നോക്കണ? അല്ല കലണ്ടർ എന്നെ നോക്കുകയല്ലേ? അല്ലേലും ഈ ആയുർവേദ ഡോക്ടർമാർക്ക് ഭയങ്കര ഹ്യൂമർ സെൻസാ. എന്നാര് പറഞ്ഞു? ഞാൻ തന്നെ പറഞ്ഞു, ഞാൻ തന്നെ കേട്ടിട്ടുള്ള. അതെ, ഈ ആയുർവേദത്തിലുള്ള ഒരു മരുന്നും അലോപ്പതിയിലില്ല. ഞാൻ കേട്ടിട്ടുള്ളൂ. ഇത് താൻ തന്നെ പറഞ്ഞ് താൻ തന്നെ കേട്ടാണ്. ഈ ഡോക്ടർ ഒരു കാര്യം എന്ത് പറഞ്ഞാലും ആയുർവേദമാണോ വലുത്? അതെ, തനിക്കിപ്പോ പെട്ടെന്നൊരു ആക്സിഡന്റ് സംഭവിച്ചെന്ന് വിചാരിക്കാം, ആയുർവേദ ഡോക്ടറെ കാണുമോ? ആ പെട്ടെന്നൊരു നെഞ്ചുവേന വന്നു എന്ന് വിചാരിക്കാം, ആയുർവേദ ഡോക്ടറെ കാണുമോ? ഇല്ല. ആ അതാണ് പറഞ്ഞത്, അലോപ്പതിയിൽ ചികിത്സയുടെ വ്യാപ്തി വളരെ വലുതാണ്. അപ്പൊ ഏതാണ് വലുത്? അലോപ്പതിയിൽ കണ്ടുപിടിച്ചിട്ടില്ലാത്ത പല രോഗങ്ങൾക്കുള്ള മരുന്നുകൾ ആയുർവേദത്തിൽ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ ഇതിൽ ഏതാണ് വലുത്? ആയുർവേദം. അല്ല, ആയുർവേദത്തിലും അലോപ്പതിയിലും കണ്ടുപിടിച്ചിട്ടില്ലാത്ത മരുന്നുകൾ ഹോമിയോപ്പതിയിലുണ്ടെന്ന് ഞാൻ തെളിയിച്ചു തന്നാലോ? ഞാൻ കീഴടങ്ങി. വേണ്ട, വന്ന കാര്യം പറഞ്ഞോളൂ.
വലിയൊരു നാടക കുടുംബത്തിലാണ് എന്റെ ജനനം. ആണോ? സ്വന്തമായി നാടക കമ്പനി. കൊള്ളാം. ബാപ്പ മഞ്ചേരി ഉസ്മാൻ, കേട്ടിട്ടില്ല. ഉമ്മ നിലമ്പൂർ ഫാത്തിമ, ഒരുപാട് കേട്ടിരിക്കുന്നു. ഇക്കാക്ക അൻസാർ കാട്ടുമുക്ക്. ഓ. പിന്നെ ഒരേ ഒരു പെങ്ങൾ സീനത്ത്. ഇപ്പൊ ഫീൽഡ് ഇറങ്ങിയിട്ടുള്ളൂ. നല്ല ഭാവി ഉണ്ടാവും. എല്ലാവരും സ്റ്റേജ് ആർട്ടിസ്റ്റ്. ആണോ? അവരെല്ലാവരുടെയും ഒരേ ഒരു പ്രതീക്ഷ എന്നിലായിരുന്നു. ഞാൻ പഠിച്ച് ഡോക്ടറായി അത് നിറവേറ്റി. വെരി ഗുഡ്. ഞാൻ വളരെ നല്ലവനും സത്യസന്ധനും ദുരാഗ്രഹമില്ലാത്തവനുമാണെന്ന് ഡോക്ടർക്ക് അറിയാലോ. പിന്നെ എനിക്കിപ്പോ ഉടനെ ഒരു നിക്കാഹ് കഴിക്കണം. അതിനെന്നെ ഡോക്ടർ ഒന്ന് സഹായിക്കണം. എനിക്ക് ഈ ബ്രോക്കർ പണിയില്ല. അയ്യോ, അങ്ങനെ പറയരുത്. ആ, ഒരു വിധവയെ വിവാഹം കഴിക്കാന്നുള്ളത് എന്റെ ആഗ്രഹമാണ്. ഓ. ഉമ്മച്ചി നേർന്നിട്ടുള്ളതാ. ആ വിധവയ്ക്ക് ഒരു കുഞ്ഞുണ്ടെങ്കിൽ ജോലി ഭാരം കുറഞ്ഞു. അങ്ങനെ ഒരു വിധവയെയും കുഞ്ഞിനെയും ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്. ആരാ? വാഹിദ. ഇഷ്ടപ്പെട്ടു പോയി. അവളെ നിക്കാഹ് കഴിച്ച് സംരക്ഷിക്കാനുള്ള അവസരം ഡോക്ടർ എനിക്ക് ഉണ്ടാക്കി തരണം. അവർ 6 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ അമ്മയാ. കണ്ടാ പറയില്ല. എന്താ കണ്ണുകള്, അല്ലോ എന്താ ചുണ്ട്, എന്താ മൂക്ക്, ഒന്ന് പെട്ടതാണെന്ന് കണ്ടാ പറയില്ല. ഓ. ദേ ഈ വയറ്റി പോലുണ്ടല്ലോ, ഒരു സ്ട്രെച്ച് മാർക്കില്ല. അത് തനിക്ക് എങ്ങനെ അറിയാം? ഞാനേ കുളിക്കുമ്പോൾ നോക്കി. ഡോക്ടർ, ആഹാ, മനസ്സിലായി. എന്നെക്കാളും മുമ്പ് താ ഒളിഞ്ഞു നോക്കിയില്ലേ? ആ പുളിങ്കൊമ്പ് കെട്ട് താ മോഹിക്കണോ? ഞാൻ ജീവിച്ചിരിപ്പട്ടിക്ക് അത് നടത്തിക്കല്ലോ. എന്താ പ്രശ്നം? എന്താ പ്രശ്നം? എന്റെ ഭാര്യയെ ഞാൻ തന്നെ അവന് കെട്ടിച്ചു കൊടുക്കണം.